ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കുറേ ആയി, വീഡിയോസ് തന്നെ നമ്മൾ ചെയ്തിട്ട് കുറേ ആയി. അപ്പോൾ കർക്കിടക മാസം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ ഓയിൽ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കരിഞ്ചീര എണ്ണ ഹെയർ കെയർ ഓയിലൊക്കെ നമ്മൾ അതിന് മുമ്പ് തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കർക്കിടക മാസത്തിലും നമ്മൾ സ്കിൻ കെയർ ഓയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മഞ്ഞളെണ്ണയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ മഞ്ഞളെണ്ണ തയ്യാറാക്കുന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെയും നിങ്ങളത് ഒന്നും കൂടി ചെയ്യുന്ന കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും പിന്നെ ഞാനിന്ന് എന്തായാലും എനിക്ക് വേണ്ടി മഞ്ഞളെണ്ണ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് മഞ്ഞളെണ്ണ തയ്യാറാക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം മഞ്ഞൾ പറിക്കാൻ വേണ്ടി നമ്മൾ പറമ്പിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ചീവീടിൻ്റെ ശബ്ദമുണ്ട്. എന്നെക്കാൾ ശബ്ദത്തിൽ ചീവീടാണ് കേട്ടോ. എനിക്ക് മഴക്കാലമായ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ സ്കിൻ കെയർ ഓയിലൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് മഞ്ഞളൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ പൊടി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ളത്. അങ്ങനെ പൊടി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫ്രഷ് ആയിട്ട് കിട്ടുമെങ്കിൽ ഫ്രഷ് ആയിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ സ്കിന്നിൽ നമ്മളിങ്ങനെ ഓയിൽ മസാജും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഒരിക്കലും നമ്മൾ മഞ്ഞളെണ്ണയൊക്കെ തയ്യാറാക്കുന്നത് നമ്മുടെ മുഖം എപ്പോഴും വെളുത്ത് വരാനോ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഓയിൽ മസാജും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അതും താല്പര്യമുള്ളവർ മാത്രം കേട്ടോ. എല്ലാവരും ചെയ്യണമെന്നൊന്നും പല താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മഞ്ഞൾ അങ്ങനെ എന്താ പറയുക ഉണ്ടാവുന്നതല്ല, പിന്നെ മൂപ്പാവുന്നൊരു സമയം ആയിട്ടില്ല കേട്ടോ. പക്ഷേ പഴയ മഞ്ഞൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കില്ല. അവർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ എണ്ണ ഉപയോഗിക്കാം. പിന്നെ മഞ്ഞളായതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് പറയുകയാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മഞ്ഞളൊന്നും അലർജി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. മഞ്ഞളായതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്ത് പറയുന്നത്. ചില കുഞ്ഞുങ്ങൾക്കൊക്കെ മഞ്ഞൾ അലർജി ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ തവണ നമ്മൾ മഞ്ഞളെണ്ണ തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് പറ്റിയൊരു തെറ്റായിരുന്നു. ഞാനും ഇത്രയും കാലം അതായിരുന്നു കസ്തൂരി മഞ്ഞൾ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു കേട്ടോ. കസ്തൂരി മഞ്ഞളുടെ കളറ് ക്രീം കളറാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഇത്രയും നാളും കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മഞ്ഞക്കൂവയായിരുന്നു. അത് നിങ്ങൾ ഒരുപാട് പേര് എന്നോട് കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കസ്തൂരി മഞ്ഞളല്ല, അത് മഞ്ഞക്കൂവയാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ ഞാൻ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ മഞ്ഞക്കൂവ തന്നെ എൻ്റെ ഫേസിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഡയറക്റ്റായിട്ട് ഫേസിലേക്ക് തേക്കുമ്പോൾ ചെറിയൊരു പുകച്ചിലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ എന്നെപ്പോലെ അങ്ങനെ തെറ്റിദ്ധാരണ ഉള്ളവരാണെങ്കിൽ അത് മനസ്സിലാക്കണം. നമ്മൾ കസ്തൂരി മഞ്ഞളുടെ കളർ എന്ന് പറയുന്നത് ക്രീം കളറാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇങ്ങനെ മഞ്ഞ കളറല്ല. പിന്നെ ഞാൻ ഇന്ന് അത്യാവശ്യം മഞ്ഞൾ പറിക്കുന്നുണ്ട്. ഇത്രയൊന്നും മഞ്ഞൾ നമുക്ക് ആവശ്യമില്ല കേട്ടോ. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫേസ് പാക്ക് എന്ന് പറയുന്നത് മഞ്ഞൾ തന്നെയാണ്. എൻ്റെ സ്കിന്നിന് മഞ്ഞൾ നന്നായിട്ട് സ്യൂട്ട് ആവും. അപ്പം ഞാൻ പിന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിലും 2 ദിവസം കൂടുമ്പോൾ ഒക്കെ മഞ്ഞൾ ഉപയോഗിച്ചുള്ള ഫേസ് പാക്കുകൾ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമുക്ക് അത്യാവശ്യത്തിനുള്ള മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്ര മഞ്ഞളൊന്നും നമുക്ക് മഞ്ഞളെണ്ണ തയ്യാറാക്കാൻ ആവശ്യമില്ല. അപ്പോൾ മഞ്ഞളെണ്ണ തയ്യാറാക്കാൻ എത്ര മഞ്ഞൾ വേണം, എങ്ങനെ തയ്യാറാക്കണം, അതിൻ്റെ പാകവും കാര്യങ്ങളും എല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് മഞ്ഞളെണ്ണ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഹെയർ ഓയിലും സ്കിൻ കെയർ ഓയിലൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് നമുക്കൊന്നും തയ്യാറാക്കാൻ പറ്റില്ല, അതിൻ്റെ പാകമൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ല എന്നൊക്കെയുള്ള കാര്യം. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പാകവും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പറിച്ചുകൊണ്ട് വന്നിട്ടുള്ള മഞ്ഞളെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ എണ്ണ തയ്യാറാക്കുന്ന സമയത്ത് തോലൊക്കെ ചെത്തി കളഞ്ഞിട്ട് പിന്നെ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തോലൊന്നും ചെത്തുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ചെത്തി കളയണമെന്നുണ്ടെങ്കിൽ ചെത്തി കളയാം. ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. എന്തായാലും ചെളി ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകി എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഗ്രേറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ എണ്ണ കാച്ചുമ്പോഴാണ് കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് പിന്നെ ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഇതാക്കാതെ
കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് പിന്നെ നമ്മളിങ്ങനെ ചീകി എടുക്കുക എന്നൊക്കെ പോലെ സ്ലൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കൂലേ, അതേപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റുന്ന ആ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ മഞ്ഞളെണ്ണ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ക്യാരറ്റ് പിന്നെ ബീട്രൂട്ട് അങ്ങനെയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല, മഞ്ഞൾ ഉപയോഗിച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സമയത്ത് എണ്ണ തയ്യാറാക്കുന്ന സമയത്ത് ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്യാരറ്റൊക്കെ നിങ്ങൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. കാരണം സ്കിന്നിന് ക്യാരറ്റൊക്കെ ഏറ്റവും നല്ലതാണല്ലോ. അതേപോലെ തന്നെ ബീട്രൂട്ട് കേട്ടോ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു കഷ്ണം, ഒരു വലിയ ബീട്രൂട്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു കഷ്ണം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ എത്ര അളവ് വേണം, എണ്ണയുടെ കണക്ക്, അങ്ങനെയുള്ള അളവും കാര്യങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പം ഞാനിത് മഞ്ഞൾ ഒരുവിധം എല്ലാം തന്നെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മളിപ്പോൾ എടുത്തില്ല ഈ ഒരു അളവിലുള്ള മഞ്ഞളാണെങ്കിൽ പിന്നെ ഒരു 1/2 ലിറ്റർ എണ്ണയൊക്കെയാണ് നിങ്ങൾ കാച്ചുന്നതെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. 8, 9, 10 അങ്ങനെയൊക്കെ എടുക്കാം. ഇത്ര എണ്ണം കറക്റ്റ് അല്ല ഞാൻ പറയുന്നത്, ഒരു ഏകദേശം. കുറച്ച് കൂടിയാലും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരുപാട് അളവിൽ വ്യത്യാസം വരരുത്. അപ്പം ഞാൻ ഈ ഒരു അളവിലുള്ളൊരു മഞ്ഞൾ ഞാനൊരു 8 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് 9, 10 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഈ ഒരു അളവിൽ നമുക്ക് മഞ്ഞൾ കിട്ടിയിട്ടുണ്ട്. ഒരു ബൗൾ നിറച്ചും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഏകദേശ അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേഗം പോയിട്ട് എണ്ണ തയ്യാറാക്കാം. അപ്പോൾ എണ്ണ തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മളിപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ ആയിക്കോട്ടെ സ്കിൻ കെയർ ഓയിൽ ആയിക്കോട്ടെ അതിൻ്റെ പാകം നമ്മൾ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. പാകം തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പാകവും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സ്കിൻ കെയർ ഓയിലും ഹെയർ ഓയിലൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടുമെങ്കിൽ അതാണ് കേട്ടോ നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിതാ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു അളവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ എണ്ണ തയ്യാറാക്കുന്ന സമയത്ത് അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ എണ്ണ കരിഞ്ഞു പോകാനും അടി പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മഞ്ഞൾ എണ്ണയായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിത് ഒരു ബൗൾ നിറച്ചും എടുത്തിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു അളവ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബൗൾ കാണിച്ചിട്ടുള്ളത്. ഒരു ചെറിയൊരു ബൗളാണ്, അത് നിറച്ചും ഞാനിവിടെ മഞ്ഞൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുണ്ട് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മുടെ എണ്ണ തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫുൾ ടൈം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടല്ല നമ്മുടെ എണ്ണ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തിള വരുന്ന ആ ഒരു സമയം വരെ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അപ്പോൾ ഇത് കണ്ടോ അത്യാവശ്യം നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, തിളച്ച് നന്നായിട്ട് പത പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. ഇനി നമ്മുടെ എണ്ണ പാകമാവുന്നത് ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമ്മുടെ എണ്ണയുടെ കറക്റ്റ് പാകം ആവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ എണ്ണ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എണ്ണ കാച്ചുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെയാണ്. നന്നായിട്ട് തിള വരുന്നവരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുക. തിള വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ എണ്ണ പാകം ചെയ്യുന്നത്. പിന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, അത് നിങ്ങൾ മറക്കരുത്. നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാൻ അല്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ക്യാരറ്റ് അല്ലെങ്കിൽ ബീട്രൂട്ടൊക്കെ ചേർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നിങ്ങൾ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ മഞ്ഞളുടെ അളവ് നിങ്ങൾ കുറച്ച് എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ മഞ്ഞളും ക്യാരറ്റൊക്കെ ഒരേ അളവിൽ തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മഞ്ഞൾ മാത്രം ആയതുകൊണ്ടാണ് ഈ ഒരു അളവിൽ ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മഞ്ഞളുടെ അളവ് കുറച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ എണ്ണയുടെ പാകം എന്ന് പറയുന്നത് ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് പതയൊക്കെ പൊന്തി നിൽക്കുന്നില്ല, ഈ പതയൊക്കെ നന്നായിട്ടൊന്ന് ഒതുങ്ങണം. പിന്നെ എണ്ണ തെളിഞ്ഞ് വരണം. പിന്നെ നമ്മൾ ചേർത്തുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇപ്പോൾ നമ്മൾ മഞ്ഞൾ മാത്രമാണല്ലോ ഇതിനകത്ത് ചേർത്തില്ല, മഞ്ഞൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. നന്നായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിൻ കെയർ ഓയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മൂപ്പ് ആവശ്യമില്ല. ഹെയർ ഓയിൽ ആകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൂപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഹെയർ ഓയിലും സ്കിൻ കെയർ ഓയിലും തയ്യാറാക്കുമ്പോഴുള്ള ഒരു വ്യത്യാസം അതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എണ്ണ തയ്യാറാക്കുമ്പോൾ ഈ കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിങ്ങനെ എണ്ണ ഇളക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള മഞ്ഞളൊക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ആയി വരുന്നുണ്ടോ, മൂത്ത് വരുന്നുണ്ടോ, മൊരിഞ്ഞ് വരുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. പിന്നെ നമ്മൾ ഹെയർ ഓയിൽ തയ്യാറാക്കുമ്പോൾ പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മൊരിഞ്ഞ് വരാൻ കുറച്ച് പാടാണ്. പക്ഷേ സ്കിൻ കെയർ ഓയിൽ തയ്യാറാക്കുമ്പോൾ അങ്ങനെയല്ല, മഞ്ഞളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, നമ്മൾ അടുത്തുനിന്ന് മാറാൻ പാടില്ല എന്നുള്ളത്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ മഞ്ഞളുടെയൊക്കെ ഒരു കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ആ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം, കൂടെ തന്നെ നിന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ എണ്ണ പാകമായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ പതയൊക്കെ നന്നായിട്ട് ഒതുങ്ങി വന്നിട്ടുണ്ട്, എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ള മഞ്ഞൾ അത്യാവശ്യം മുരിഞ്ഞിട്ട് ആ ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ എണ്ണയുടെ കറക്റ്റ് പാകമാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇത് പിന്നെയും പിന്നെയും തിളച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ചിലപ്പോൾ മഞ്ഞളൊക്കെ ഒരുപാട് എന്താ പറയുക മൂപ്പ് കൂടി പോകാനും കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ എണ്ണ മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് എണ്ണ മാറ്റിയിട്ട് തണുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതാ ഇപ്പോൾ എണ്ണ തണുത്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ തണുക്കണം, ചൂടോടുകൂടി നമ്മൾ അരിച്ചെടുക്കാൻ നിൽക്കരുത്. അപ്പോൾ എണ്ണയുടെ കളറൊക്കെ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ നല്ലൊരു വൃത്തിയുള്ളൊരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുക കേട്ടോ. നമ്മൾ അരിപ്പയിൽ അരിക്കുന്നതിനേക്കാളും ഒരു തുണി ഉപയോഗിച്ചിട്ട് അരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. കാരണം നമുക്കത് മൊത്തത്തിൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അരിപ്പയാകുമ്പോൾ നമുക്ക് അങ്ങനെ പിഴിയാൻ വേണ്ടി പറ്റില്ലല്ലോ. പിന്നെ അരിപ്പയിലാകുമ്പോൾ കുറച്ച് പൊടികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തുണിയാകുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് പൊടിയൊന്നും ഇല്ലാതെ എണ്ണ കിട്ടാൻ വേണ്ടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണ തയ്യാറായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ഇളക്കുന്ന സ്പൂൺ ആയിക്കോട്ടെ, എടുക്കുന്ന പാത്രം ആയിക്കോട്ടെ, അരിക്കാൻ എടുക്കുന്ന തുണി ആയിക്കോട്ടെ, എല്ലാം നല്ല വൃത്തിയുള്ളതായിരിക്കണം കേട്ടോ. വെള്ളമൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് എണ്ണ എടുത്ത് വെക്കാനുള്ളതാണ്. എണ്ണയിൽ വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് കേടായി പോകും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കണ്ടോ നമ്മൾ അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കളർ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ആ ഒരു ഗോൾഡൻ കളറിലാണ് നമുക്ക് പിന്നെ എണ്ണ കിട്ടുക. ഒരു എന്താ പറയുക ഒരു യെല്ലോ ഗോൾഡ് ആ ഒരു കളറിലാണ് കേട്ടോ നമുക്ക് ഓയിൽ കിട്ടുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തയ്യാറാക്കി നോക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ അളവിലൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാം കേട്ടോ. 1/2 ലിറ്റർ തയ്യാറാക്കണമെന്നൊന്നുമില്ല, ഒരു 100 ml അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം കേട്ടോ. ബോട്ടിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പത്തിനുള്ള ഒരു ബോട്ടിലേക്ക് മാറ്റാം. ബോട്ടിലെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബോട്ടിൽ വെള്ളമൊന്നും ഇല്ലാതെ നല്ല വൃത്തിയുള്ള ഒരു ബോട്ടിലായിരിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മഞ്ഞളെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് നാളത്തേക്ക് എടുത്തു വെക്കാൻ പറ്റിയതാണ് കേട്ടോ. 3 മാസം വരെയൊക്കെ നമുക്കിത് എടുത്ത് വെച്ച് ഉപയോഗിക്കാം. 3 മാസം വരെയല്ല, നമുക്ക് 6 മാസം വരെയൊക്കെ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ സ്കിന്നിലേക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് 3 മാസത്തേക്കുള്ളതൊക്കെ നിങ്ങൾ തയ്യാറാക്കിയാൽ മതി. 3 മാസം കഴിഞ്ഞിട്ട് പിന്നെ ഫ്രഷ് ആയിട്ട് തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് എണ്ണ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ മഞ്ഞളെണ്ണയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. സിമ്പിളാണ് കേട്ടോ, എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ പാകവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഉപയോഗിച്ചിട്ട് കഴുകുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും. മുഖത്ത് മാത്രമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കയ്യിൽ കാലിലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്കിന്നിൻ്റെ ഡ്രൈനെസ്സും മൊരിച്ചിലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറ്റിയെടുക്കാനും നമ്മുടെ സ്കിന്നിൽ റാഷസ് കാര്യങ്ങളൊന്നും വരാതിരിക്കാനും നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ പറ്റുന്നവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആ സ്കിന്നിൽ വരുന്ന ഒരു വ്യത്യാസം നമുക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് മഞ്ഞളെണ്ണ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് അലർജി കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മഞ്ഞളായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര എടുത്ത് പറയുന്നത്. കാരണം ചിലവരുടെ സ്കിന്നിന് മഞ്ഞൾ അങ്ങനെ സ്യൂട്ട് ആവണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. പിന്നെ കുട്ടികളുടെ കാര്യം ഒന്നും കൂടി എടുത്ത് പറയുകയാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ മഞ്ഞൾ എന്തെങ്കിലും അലർജി കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ മഞ്ഞളെണ്ണ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.